Hello everyone, this is Abhirami Prashant and welcome to Prepwise UG+. ഇന്ന് നമ്മൾ MA ഇംഗ്ലീഷ് ഡൽഹി യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റിൻ്റെ സീരീസ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം CUETയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഡൽഹി യൂണിവേഴ്സിറ്റി DUET കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് അതിൻ്റെ MA ഇംഗ്ലീഷിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അവർ പ്രത്യേകം സിലബസ് തന്നെ അതിന് തന്നിട്ടുണ്ട്. അപ്പോൾ DUETയുടെ കാര്യങ്ങളെല്ലാം മുന്നത്തെ വീഡിയോസിലും കാര്യങ്ങളിലും ഒക്കെ നമ്മുടെ ടീമിലെ മെമ്പേഴ്സ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ റെഫർ ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ്. ആൻഡ് നമ്മുടെ MA ഇംഗ്ലീഷിനെ സംബന്ധിച്ചിടത്തോളം കുറേ അധികം ലിറ്ററേച്ചർ ഓറിയൻറ്റഡ് ആയിട്ട്, അപ്പം MA ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ ലിറ്ററേച്ചർ ബേസിസിലായിരിക്കും നമ്മുടെ ടോപ്പിക്സ് വരുന്നത് എന്നുള്ളത്. സോ സിലബസും ഞാൻ ക്വസ്റ്റ്യൻസ് കണ്ട രീതിക്ക് ലിറ്ററേച്ചർ ഓറിയൻറ്റഡ് ആയിട്ട് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. ജസ്റ്റ് കുറച്ച് എക്സ്ട്രാക്ട് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ വളരെ പോപ്പുലർ ആയിട്ടുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓതേഴ്സിൻ്റെ വർക്ക്സ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് അതിന് വേണ്ടിയിട്ട് ഈ സീരീസ് കാണുക, ഈ സീരീസ് മിസ് ചെയ്യാണ്ട് ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും എല്ലാവരിലേക്കും ഇത് എത്തിക്കാൻ ശ്രമിക്കുക. Prepwise UG+നെ കുറിച്ചും എത്തിക്കുക. ആൻഡ് ഓൾസോ ഈ ഒരു ക്രാക്ക് DUET സീരീസിനെ പറ്റിയിട്ടും എത്തിക്കുക. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ ക്രാക്ക് DUET സീരീസ്. ഓക്കെ, ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, which of the following is Shakespeare's festive comedy? ഓക്കെ, സോ ഏതാണ് തന്നിരിക്കുന്നതിൽ ഏതാണ് ഷേക്സ്പിയറിന്റെ ഫെസ്റ്റീവ് കോമഡി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓൾറെഡി നമ്മൾക്ക് അറിയാമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് അറിയാമായിരിക്കും ഷേക്സ്പിയർ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് എന്നുള്ളത്. സോ ഷേക്സ്പിയറിന്റെ വർക്ക്സ്, ഷേക്സ്പിയറിന്റെ ലിറ്റററി ഊവ്ര എല്ലാം നിങ്ങൾ നോക്കി വെക്കുക. എത്ര പ്ലേസ് എഴുതിയിട്ടുണ്ട്, എത്ര സോണറ്റ്സ് എഴുതിയിട്ടുണ്ട്, എത്ര ലോങ് പോയിംസ് എഴുതിയിട്ടുണ്ട്, ഇതെല്ലാം കൃത്യമായിട്ട് നോക്കുക. അതിന്റെ പേരുകൾ മനസ്സിലാക്കി വെക്കുക. ഇതെല്ലാം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ആൻഡ് പ്ലേസിൽ തന്നെ കുറേ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഏതൊക്കെയാണ് ഹിസ്റ്ററി പ്ലേസ്, ഏതൊക്കെയാണ് ഡാർക്ക് കോമഡീസ്, ഏതൊക്കെയാണ് റൊമാൻസസ്, ഏതൊക്കെയാണ് റോമൻ പ്ലേസ്, ഇങ്ങനെ കുറേ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതൊക്കെ നോക്കി വെക്കുക. സോ ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് ഷേക്സ്പിയറിന്റെ ഫെസ്റ്റീവ് കോമഡി ഏതാണ് എന്നുള്ളതാണ്. ഓപ്ഷൻസ് വായിക്കാം. മെഷർ ഫോർ മെഷർ, ദ ടെംപെസ്റ്റ്, കിങ് ഹെൻറി IV, 12th നൈറ്റ്. 4 ഓപ്ഷൻസ് ആണുള്ളത്. സോ ഷേക്സ്പിയറിന്റെ ഫെസ്റ്റീവ് കോമഡി എന്ന് പറയുമ്പോൾ ഇതിനകത്ത് 2 എണ്ണമാണ് വരുന്നത്. ഒന്ന് 12th നൈറ്റും മറ്റേത് A Midsummer Night's Dream. A Midsummer Night's Dream. ഇനി എന്തുകൊണ്ടാണ് ഇതിനെ ഫെസ്റ്റീവ് കോമഡി എന്ന് വിളിക്കാൻ കാരണം? ബിക്കോസ് ദീസ് പ്ലേസ് ടേക്ക് ദെയർ നെയിംസ് ഫ്രം സീസണൽ സെലിബ്രേഷൻ. മിഡ് സമ്മർ നൈറ്റ് എന്ന് പറയുന്നത് ഒരു സെലിബ്രേഷൻ ആണ്. അതുപോലെ തന്നെ 12th നൈറ്റ് എന്ന് പറയുന്നത് ഒരു സീസണൽ സെലിബ്രേഷൻ ആണ്. അപ്പോൾ ഈ സീസണൽ സെലിബ്രേഷനുകളിൽ നിന്ന് പേരെടുത്തിട്ടുള്ളത് കൊണ്ടാണ് ഈ 2 എണ്ണം 12th നൈറ്റും A Midsummer Night's Dreamഉം ഫെസ്റ്റീവ് കോമഡി എന്ന് പറയുന്നത്. ഓക്കെ, സോ ആൻസർ ഇതാണ് 12th നൈറ്റ്. ഇനി മെഷർ ഫോർ മെഷർ ഇസ് എ ഡാർക്ക് കോമഡി. ടെംപെസ്റ്റ് അതുപോലെ തന്നെയാണ്. ആൻഡ് ടെംപെസ്റ്റ് റൊമാൻസ് ആണോ ഡാർക്ക് കോമഡി ആണോ എന്ന് ചെക്ക് ചെയ്തോളാം. പിന്നെ കിങ് ഹെൻറി IV എന്ന് പറയുന്നത് ഒരു ഹിസ്റ്ററി പ്ലേ ആണ്. ഓക്കെ, ടെംപെസ്റ്റ് ഇസ് വൺ ഓഫ് ദ ലാസ്റ്റ് പ്ലേസ് ഓഫ് ഷേക്സ്പിയർ. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഇതാണ് ഷേക്സ്പിയറിന്റെ ഫെസ്റ്റീവ് കോമഡിയെ പറ്റി വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. സോ ഏതൊക്കെയാണ് ഫെസ്റ്റീവ് കോമഡി? 12th നൈറ്റും A Midsummer Night's Dreamഉം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following plays have cynical and melodramatic plot? സിനിക്കൽ ആൻഡ് മെലോഡ്രമാറ്റിക് പ്ലോട്ട് ഉള്ളത് ഇതിൽ ഏതിലാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും നിങ്ങൾ ഫേമസ് ആയിട്ടുള്ള ഓതേഴ്സും അവരുടെ ഫേമസ് ആയിട്ടുള്ള വർക്ക്സും അതിൻ്റെ പ്ലോട്ട് ലൈനും അറിഞ്ഞിരിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ മാത്രമേ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, സോ മാക്ബത്ത്, ഓൾ ഫോർ ലവ്, ദ ഡച്ചസ് ഓഫ് മാൽഫി, ദ ഫാമിലി റീയൂണിയൻ, ഈ 4 പ്ലേസ് ആണ് കൊടുത്തിട്ടുള്ളത്. മാക്ബത്ത് എന്ന് പറയുന്നത് ഷേക്സ്പിയർ എഴുതിയിരിക്കുന്നതാണ്. മാക്ബത്ത് എന്ന് പറയുന്നത് ഷേക്സ്പിയർ എഴുതിയിരിക്കുന്നതാണ്. ആൻഡ് ഓൾസോ ഓൾ ഫോർ ലവ് എന്ന് പറയുന്നത് ഡ്രൈഡന്റെ പ്ലേ ആണ്, ജോൺ ഡ്രൈഡന്റെ. ആൻഡ് ഡച്ചസ് ഓഫ് മാൽഫി ഇസ് ബൈ ജോൺ വെബ്സ്റ്റർ. Family Reunion is by T.S. Eliot. Okay,
സോ ഈ 4 വ്യക്തികൾ എഴുതിയിട്ടുള്ള പ്ലേസ് ആണ് നിങ്ങൾക്ക് ഓപ്ഷനിൽ വന്നിരിക്കുന്നത്. ആൻഡ് നിങ്ങൾക്കറിയാം മാക്ബത്ത് ഒരു ട്രാജഡിയാണ്, ഓൾ ഫോർ ലവ് ഒരു ട്രാജഡിയാണ്, ഡച്ചസ് ഓഫ് മാൽഫി ഒരു ട്രാജഡിയാണ്, ഫാമിലി റിയൂണിയൻ കുറച്ചുകൂടെ ഒരു പോയറ്റിക് ഡ്രാമ, ഒരു വേർഡ് ഡ്രാമയാണ്. ആൻഡ് ഇതിനകത്ത് ഇപ്പൊ നിങ്ങൾക്കറിയാം ഒരു സിനിക്കൽ മെലോഡ്രമാറ്റിക് പ്ലേ വന്നിരിക്കുന്നത് ഡച്ചസ് ഓഫ് മാൽഫിയിലാണ്. ഡച്ചസ് ഓഫ് മാൽഫി ഒരു റിവെഞ്ച് ട്രാജഡിയാണ്. സെനേക്കയുടെ റിവെഞ്ച് ട്രാജഡീസിൽ നിന്ന് ഇൻസ്പിറേഷൻ കൊണ്ടിട്ട് ജോൺ വെബ്സ്റ്റർ എഴുതിയ ഒരു പ്ലേ ആണ് ദ ഡച്ചസ് ഓഫ് മാൽഫി എന്ന് പറയുന്നത്. സോ ആൻസർ ഏതാണ്? ദ ഡച്ചസ് ഓഫ് മാൽഫി ആണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദീസ് ലിറ്റററി വർക്ക്സ് ഇൻക്ലൂഡ് ദ ഫോളോയിങ്? പാസസ്, ഹാരോയിങ് ഓഫ് ഹെൽ, ഡ്രീം വിഷൻസ്. പാസസും ഹാരോയിങ് ഓഫ് ഹെല്ലും ഡ്രീം വിഷൻസും ഇൻക്ലൂഡ് ചെയ്യുന്ന ഏത് വർക്കാണ്? ദ കാൻറ്റർബറി ടേൽസ്, പയസ് ദ പ്ലൗമാൻ, കൺഫെഷ്യോ അമാൻറ്റസ് ആൻഡ് മോട്ടിഡിയാദ. ഓക്കെ, സോ ഇതിനകത്ത് പാസസ് എന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസർ കത്തേണ്ടതാണ്. കാരണം പാസസ് എന്ന് പറയുന്നത് പയസ് ദ പ്ലൗമാനിൽ യൂസ് ചെയ്തിരിക്കുന്ന സ്റ്റാൻസയുടെ പേരുകളാണ്. അതായത് അതിന്റെ ഒരു സ്റ്റാൻസേനെയും നമ്മൾ പാസസ് എന്നാണ് റെഫർ ചെയ്തിരിക്കുന്നത്. ഡ്രീം വിഷൻസ് എന്ന് പറയുമ്പോൾ അന്നത്തെ കാലത്ത് ഏറ്റവും ഫേമസ് ആയിരുന്ന ഒരു ജോൺറ ആയിരുന്നു ഡ്രീം അലിഗറീസ് എന്ന് പറയുന്നത്. അതിനകത്തെല്ലാം ഡ്രീം വിഷൻസ് ഉണ്ട്. സോ അതുകൊണ്ട് അത് മാത്രം വെച്ചുകൊണ്ട് നിങ്ങൾക്കൊരു കൺക്ലൂഷനിൽ എത്താൻ സാധിക്കുകയില്ല. പക്ഷെ ഡ്രീം പാസസ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്യാൻ സാധിക്കും ദാറ്റ് പയസ് ദ പ്ലൗമാൻ ഇസ് ദി ആൻസർ. ഓക്കെ, പയസ് ദ പ്ലൗമാൻ എഴുതിയത് വില്യം ലാംഗ്ലാൻഡ് ആണ്. ജെഫ്രി ചോസറിന്റെ കണ്ടംപററി ആണ്. ജെഫ്രി ചോസറിനെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ജെഫ്രി ചോസർ ഹാസ് ദ വൺ ഹു റോട്ട് കാൻറ്റർബറി ടേൽസ് and Chaucer is considered as the father of English literature. Confessio Amandism ചോസറിന്റെ ആണ്. And Mortidiader is by Sir Thomas Malory. Okay, so the answer for this question is Pius the Plowman, written by William Langland. Next question. ഇതൊരു എക്സ്ട്രാക്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ എക്സ്ട്രാക്ട് വായിക്കാം. To seek to extinguish anger utterly is but a bravery of the Stoics. We have better oracles, be angry but sin not. Let not the sun go down upon your anger. Anger must be limited and confined, both in race and in time. We will first speak how the natural inclination and habit to be angry may be attempted and calmed. Secondly, how the particular motions of anger may be repressed or at least refrained from doing mischief. Thirdly, how to raise anger or appease anger in another. സോ ഇത് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് ആങ്കറിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു റൈറ്റിംഗ് ആണ്, ഒരു എക്സ്ട്രാക്ട് ആണ് എന്നുള്ളത്. ക്വസ്റ്റ്യൻ ഇതാണ്. ദി എബോവ് എക്സ്ട്രാക്ട് റിമെയിൻസ് വൺ ഓഫ് ദി റൈറ്റിംഗ് സ്റ്റൈൽ ഓഫ് ഹൂം? ആരുടെ റൈറ്റിംഗ് സ്റ്റൈലാണ് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ ഓർമ്മ വരുന്നത്? ഫ്രാൻസിസ് ബേക്കൺ, ബെൻ ജോൺസൺ, ജോൺ മിൽട്ടൺ, തോമസ് ഹോബ്സ്. ഇതൊരു പ്രോസ് റൈറ്റിംഗ് ആണ്, ഒരു എസ്സേയുടെ എക്സ്ട്രാക്ട് ആണ്. അപ്പൊ നിങ്ങൾക്കറിയായിരിക്കും, നിങ്ങൾക്ക് അറിയേണ്ടതാണ് ആക്ച്വലി, ബിക്കോസ് നമ്മൾ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്നതാണ്. ഫാദർ ഓഫ് ഇംഗ്ലീഷ് എസ്സേസ് എന്ന് പറയുന്നത് ഫ്രാൻസിസ് ബേക്കൺ ആണ്. ആൻഡ് ഫ്രാൻസിസ് ബേക്കൺ ഇസ് നോൺ ഫോർ ഹിസ് സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് കോൾഡ് എപ്പിഗ്രമാറ്റിക് സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ്. എപ്പിഗ്രമാറ്റിക് സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് വളരെ പ്രിസൈസ് ആയിട്ടും കൺസൈസ് ആയിട്ടും കാര്യങ്ങൾ പറയേണ്ട രീതിയിൽ എഴുതുന്ന ഒരു രീതിനെയാണ് നമ്മൾ എപ്പിഗ്രമാറ്റിക് സ്റ്റൈൽ എന്ന് പറയുന്നത്. എപ്പിഗ്രാംസ് എന്ന് പറയുന്നത് അറിയാലോ, ഷോർട്ട് ആയിട്ടുള്ള വളരെ കൺസൈസ് ആയിട്ടുള്ള മീനിങ് ഫുൾ ആയിട്ടുള്ള സെന്റൻസസിനെയാണ് നമ്മൾ എപ്പിഗ്രാംസ് എന്ന് പറയുന്നത്. അതേ രീതിയിൽ എഴുതിയിരിക്കുന്ന ഒരു എഴുത്താണ് ഈ ഒരു സംഭവം. അതുകൊണ്ട് തന്നെ ഇത് ബെൻ ജോൺസണോ ജോൺ മിൽട്ടണോ തോമസ് ഹോബ്സോ അല്ല, ഫ്രാൻസിസ് ബേക്കൺ ആണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഫ്രാൻസിസ് ബേക്കൺ. Next question is from the same extract. Question idana, which one of the following options give best expression to the central message of the passage? അപ്പോൾ നിങ്ങൾക്ക് പാസേജ് വായിച്ചപ്പോൾ എന്താണ് ഇതിന്റെ സെൻട്രൽ മെസ്സേജ് എന്ന് തോന്നിയത്, അതിന്റെ ആപ്റ്റ് എക്സ്പ്ലനേഷൻ ഇതിൽ ഏത് വരിയിലാണ് ഉള്ളത് എന്നാണ് ചോദ്യം. To seek to extinguish anger utterly is but a bravery of the Stoics. Let not the sun go down upon your anger. Anger must be limited and confined both in race and in time. One should not be angry at all. ഇതിൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും തന്നെ ആലോചിക്കാതെ അല്ലെങ്കിൽ കുറച്ച് ആലോചിച്ചിട്ട് വേണമെങ്കിൽ പറയാൻ സാധിക്കുന്ന ഒരു ആൻസർ ഏതാണ്? ആങ്കർ മസ്റ്റ് ബി ലിമിറ്റഡ് ആൻഡ് കൺഫൈൻഡ് ബോത്ത് ഇൻ റേസ് ആൻഡ് ഇൻ ടൈം. കാരണം ആങ്കറിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം, ആങ്കറിനെ കൺട്രോൾ ചെയ്യേണ്ട രീതികളെ കുറിച്ചും ഒക്കെയാണ് ഇതിനകത്ത് സംസാരിക്കുന്നത്. ഓക്കെ,
റൈറ്റ്. കുറച്ചുകൂടെ ശ്രദ്ധിച്ച് നിങ്ങൾ ഈ ഒരു എക്സ്ട്രാക്ട് വായിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഇപ്പം നമ്മൾ ഒരു ഡിസ്കഷൻ ആയതുകൊണ്ട് ഞാൻ ഒരു തവണ വായിച്ചെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് പോസ് ചെയ്ത് നിങ്ങളുടെ സമയം എടുത്ത് നിങ്ങൾക്ക് ഈ ഒരു എക്സ്ട്രാക്ട് വായിച്ച് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഓക്കെ. Next question is, the author of the given passage appears to be in a dash mood. ഏത് മോഡിൽ ഇരുന്നിട്ടാണ് ഇദ്ദേഹം ഇത് എഴുതിയിരിക്കുന്നത്? റിഫ്ലെക്സീവ് മൂഡ്, നാരേറ്റീവ് മൂഡ്, ഡിസ്ക്രിപ്റ്റീവ് മൂഡ്, സ്പിരിച്വൽ മൂഡ്. ഇതൊരിക്കലും നാരേറ്റീവും ഡിസ്ക്രിപ്റ്റീവ് മൂഡും ആവില്ല, കാരണം ഇതിലൊരു അത്രയും വലിയൊരു എക്സ്പ്ലനേഷനോ ഡിസ്ക്രിപ്ഷനോ കാര്യങ്ങളൊന്നുമില്ല. ദിസ് ഇസ് വെരി പ്രിസൈസ് ആൻഡ് കൺസൈസ്. അതുകൊണ്ട് തന്നെ വി ക്യാൻ എലിമിനേറ്റ് ദീസ് ടു ഓപ്ഷൻസ് ആസ് വെൽ ആസ് ദ സ്പിരിച്വൽ മോഡ്. കാരണം ഇതിൽ സ്പിരിച്വാലിറ്റീനെ പറ്റിയിട്ടോ ഒരു സ്പിരിച്വൽ ആംഗിളിലോ ഒന്നും അല്ല ഇതിൽ എഴുതിയിരിക്കുന്നത്. ഇറ്റ് ഇസ് written in a very deeply thought mode. ഒരു നന്നായിട്ട് ചിന്തിച്ചൊരു ഡീപ്പ് തിങ്കിങ് എടുത്തിട്ട് എഴുതിയിരിക്കുന്ന രീതിയിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. സോ ഇറ്റ് ഇസ് റിഫ്ലെക്സീവ് മൂഡ്. ഓക്കെ, റിഫ്ലെക്സീവ് മൂഡ്. Then next question, who is the author of Moll Flanders? Moll Flanders is a very famous work and it is written by whom എന്നാണ് ചോദ്യം. ജോണതൻ സ്വിഫ്റ്റ്, ഡാനിയൽ ഡീഫോ, ഹെൻറി ഫീൽഡിംഗ്, സാമുവൽ റിച്ചർഡ്സൺ. ജോണതൻ സ്വിഫ്റ്റും ഡാനിയൽ ഡീഫോയും ഹെൻറി ഫീൽഡിങ്ങും അതുപോലെ തന്നെ സാമുവൽ റിച്ചാർഡ്സണും എല്ലാം വളരെ ഫേമസ് ആയിട്ടുള്ള റൈറ്റേഴ്സ് ആണ്. ജസ്റ്റ് ഇവരുടെ ഫേമസ് വർക്ക്സ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. റോബിൻസൺ ക്രൂസോ എഴുതിയത് ആരാണെന്ന് എല്ലാവർക്കും അറിയാലോ. ആരാണ്? അതേ ആള് തന്നെയാണ് മോൾ ഫ്ലാൻഡേഴ്സ് എഴുതിയിട്ടുള്ളത്. സോ ഇറ്റ് ഇസ് നൺ അതർ ദാൻ ഡാനിയൽ ഡീഫോ. ഡാനിയൽ ഡീഫോ. മോൾ എന്ന് പറയുന്ന ക്യാരക്ടറിനെ പറ്റിയിട്ടുള്ള ഒരു നോവലാണിത്. അങ്ങനെ ഒരു നോവലിനെ നമ്മൾ എപ്പോണിമസ് നോവൽസ് എന്നാ പറയുക. അതായത് പേര് അതായത് ടൈറ്റിലുള്ള നെയിം തന്നെയാണ് ക്യാരക്ടറിന്റെ പേരെങ്കിൽ നമ്മൾ ഇപ്പോണിമസ് നോവൽസ് എന്ന് പറയാറുണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് ഓൾസോ സംതിങ് ടു ബി നോട്ടഡ്. മോൾ ഫ്ലാൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ മോളിന്റെ ഒരു കഥയാണ് പറയുന്നത്. ഇറ്റ്സ് എ നോവൽ. ഓക്കെ, ആൻഡ് റിട്ടൺ ബൈ ഡാനിയൽ ഡീഫോ. Then identify the correct statements from the ones given below. Ben Jonson fought bravely to restore the classic form of the drama. Volpone is Ben Jonson's first comedy. Ben Jonson killed an actor in a duel and only escaped hanging by pleading benefit of clergy. In his Every Man in His Humour, Shakespeare acted one of the parts. ഇതിൽ ഏതാണ് ബെൻ ജോൺസനെ പറ്റിയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് എന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ബെൻ ജോൺസന്റെ ഫസ്റ്റ് കോമഡി വോൾപോണി അല്ല. എനിക്ക് തോന്നുന്നു അത് എപ്പിസീൻ ആണെന്ന് തോന്നുന്നു. എപ്പിസീൻ ഓർ ദ സൈലന്റ് വിമൻ ആണെന്ന് തോന്നുന്നു. വോൾപണി അല്ല എന്തായാലും. സോ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തോളാം. എപ്പിസീൻ തന്നെയാണ് തോന്നുന്നത്. അപ്പോ യെസ്, എപ്പിസീൻ തന്നെയാണ്. ബെൻ ജോൺസനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഹി റിസ്റ്റോർഡ് ദ ക്ലാസിക് ഫോം ഓഫ് ഡ്രാമ. ഹി ട്രൈഡ് ഹാർഡ്ലി. അദ്ദേഹം ക്ലാസിക്കൽ യൂണിറ്റീസ് വളരെയധികം ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. ദ 3 യൂണിറ്റീസ് ഓഫ് ഡ്രാമ എല്ലാം. അതുപോലെ തന്നെ അദ്ദേഹം ഒരാളെ കൊന്നിട്ടുണ്ടായിരുന്നു ഒരു ഡ്യുവലില്. ആൻഡ് വളരെ കഷ്ടിച്ചാണ് അതിൽ നിന്ന് രക്ഷപ്പെട്ടത്. പിന്നെ അദ്ദേഹത്തിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള വർക്ക് ആയിട്ടുള്ള എവറി മാൻ ഇൻ ഹിസ് ഹ്യൂമറിൽ ഷേക്സ്പിയർ അഭിനയിച്ചിട്ടുണ്ട്. സോ ഓപ്ഷൻ എയും സിയും ഡിയും കറക്റ്റ് ആണ്. ആൻഡ് that is why answer is ACD 3. Okay, ACD. Next question, which of the following is not true about anti-foundationalism? Not true എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. Not true. Anti-foundationalismത്തിലെ പറ്റി ശരിയല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആന്റി ഫൗണ്ടേഷണലിസം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഫൗണ്ടേഷനെയും ഫണ്ടമെന്റലിസത്തിനെയും അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു കാര്യം, ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം ഉണ്ടെന്ന് വിശ്വസിക്കാത്ത ഒരു രീതിനെയാണ് നമ്മൾ ആന്റി ഫൗണ്ടേഷണലിസം എന്ന് പറയുന്നത്. പീപ്പിൾ ഹു ബിലീവ് ഇൻ ആന്റി ഫൗണ്ടേഷണലിസം ഡസ് നോട്ട് അക്സെപ്റ്റ് ദാറ്റ് ദർ ഇസ് സംതിങ് കോൾഡ് ഫണ്ടമെന്റൽ fact or fundamental thing. Okay. It rejects fundamental belief in universal categories. It relies on continuing ethical inquiry without any universal system. It is morally relativist and relies on a multitude of local and concrete practices. It recognizes self-evident truths and reports of sense data as basic. Okay, ഇവിടെ നോക്കിയേ, ബേസിക് എന്ന് പറയുന്ന കാര്യത്തിനെ ഇവര് അക്സെപ്റ്റ് ചെയ്യുന്നേ ഇല്ല എന്നാണ് പറയുന്നത്. സോ ദിസ് ഇസ് നോട്ട് ട്രൂ. ഇറ്റ് റെക്കഗ്നൈസസ് സെൽഫ് എവിഡന്റ് ട്രൂത്ത്സ് ആൻഡ് റിപ്പോർട്ട്സ് ഓഫ് സെൻസ് ഡേറ്റ ആസ് ബേസിക് എന്ന് പറയുന്നത് തെറ്റാണ്. ഓക്കെ, ഫണ്ടമെന്റൽ ബിലീഫിനെ റിജക്ട് ചെയ്യുന്നു എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. അതുപോലെ വിത്തൗട്ട് എനി യൂണിവേഴ്സൽ സിസ്റ്റം എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. മൾട്ടിറ്റ്യൂഡ് ഓഫ് ലോക്കൽ ആൻഡ് കോൺക്രീറ്റ് പ്രാക്ടീസസും കറക്റ്റ് ആണ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ അത് മൂന്നും ശരിയാണ്. ആന്റി ഫൗണ്ടേഷണലിസത്തിന് എതിരായിട്ട് പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ 4 ആണ്. Okay, right.
Next question. In Jonathan Swift's Gulliver's Travels, on which island does Gulliver discuss history with the ghosts of historical figures like Julius Caesar, Brutus, Homer, Aristotle, etc.? Okay. So ജോണതൻ സ്വിഫ്റ്റിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള വർക്കാണ് ഗളിവേഴ്സ് ട്രാവൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഗളിവേഴ്സ് ട്രാവൽസിനകത്ത് ഈ ഐലൻഡിന്റെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. അതിൽ ഏത് ഐലൻഡിലാണ് ഈ ഒരു ഗോസ്റ്റ് ഓഫ് ഹിസ്റ്റോറിക്കൽ ഫിഗേഴ്സ് ലൈക്ക് ജൂലിയസ് സീസർ, ബ്രൂട്ടസ്, ഹോമറിന്റെ ഡിസ്കഷൻ നടക്കുന്നത് എന്നാണ് ചോദ്യം. ഗൾഫ് ഡ ബ്രിബ്, ബാൽനി ബാർബി, ലഗ്നാഗ്, ലാപുട്ട. 4 ഐലൻഡ്സിന്റെ പേരാണ് കൊടുത്തിരിക്കുന്നത്, 4 പേരുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഗ്ലബ്ഡബ്രിബ് ആണ്. ഇറ്റ് ഈസ് an island of sorcerers and magicians. Glubdubbrib is an island of sorcerers and magicians. Okay. ജോണതൻ സ്വിഫ്റ്റിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള വർക്കാണ് ജസ്റ്റ് റീഡ് ദ പ്ലോട്ട് ലൈൻ ഓഫ് ഗളിവേഴ്സ് ട്രാവൽസ്. ഓക്കെ, നെക്സ്റ്റ് റീഡ് ദ സ്റ്റേറ്റ്മെന്റ്. മോഡേണിസം വാസ് എ ബ്രേക്ക് വിത്ത് ദ പാസ്റ്റ് ആൻഡ് ദ കൺകറന്റ് സെർച്ച് ഫോർ ന്യൂ ഫോംസ് ഓഫ് എക്സ്പ്രഷൻ. മോഡേണിസം വാസ് എ ബ്രേക്ക് വിത്ത് ദ പാസ്റ്റ്, കറക്റ്റ് ആണോ? കറക്റ്റ് ആണ്. ആൻഡ് കൺകറന്റ് സെർച്ച് ഫോർ ന്യൂ ഫോംസ് ഓഫ് എക്സ്പ്രഷൻ, റൈറ്റ്. So, which of the following is true in context of the above statement? ഈ above statement ന്റെ വെളിച്ചത്തിൽ ഏതാണ് കറക്റ്റ് എന്നുള്ളത് പറയണം. Modernists were bored of following older traditions and thought of bringing a change by establishing new traditions. Modernists believed that after the World War it was important to have a universality in art and culture. Modernists were of the view that all art forms need to be synchronized with the morality, optimism and conventions established in the Victorian era. Modernists felt a growing alienation incompatible with Victorian morality, optimism and convention. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ബോർഡ് ഓഫ് ഓൾഡർ ട്രഡീഷൻസ് അതല്ല, അതുപോലെ ആഫ്റ്റർ വേൾഡ് വാർ ഒരു യൂണിവേഴ്സാലിറ്റി വേണമെന്ന് വിചാരിക്കുന്നത് അല്ല. മോഡേണിസ്റ്റ് വെയർ ഓഫ് ദ വ്യൂ ദാറ്റ് ഓൾ ഫോംസ് നീഡ് ടു ബി സിങ്ക്രണൈസ്ഡ് അല്ല. ആകെയുള്ളത് ഒരു ഗ്രോയിങ് ഏലിയനേഷൻ ആണ്. ഈ ഏലിയനേഷൻ എന്ന വാക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും മോഡേണിസമായിട്ട്. അതിന് മോഡേണിസ്റ്റ് ഫേസിന് മുന്നേ ഉള്ള ഫേസ് എന്ന് പറയുന്നത് വിക്ടോറിയൻ ഇറയാണ്. അപ്പോൾ വിക്ടോറിയൻ ഇറയായിട്ടുള്ള ഒരു ഇൻകോമ്പാറ്റബിലിറ്റി മോഡേണിസത്തിന് കാരണമായി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, സോ ഓപ്ഷൻ 4 is the right answer. Then William Jones is a or an dash: orientalist, novelist, essayist, satirist. വില്യം ജോൺസ് ആരാണ്? വില്യം ജോൺസ് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇൻഡോളജിസ്റ്റ് ആണ്. ഇന്ത്യയെ പറ്റി പഠിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയിൽ ഇന്ത്യൻ എഡ്യൂക്കേഷൻ വേണമോ അതോ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ വേണമോ എന്നുള്ള ചർച്ചയിൽ ഇന്ത്യൻ എഡ്യൂക്കേഷനെയും സാൻസ്ക്രിറ്റ് എഡ്യൂക്കേഷനെയും ഒക്കെ സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു ഓറിയന്റലിസ്റ്റ് ആണ്. അഭിജ്ഞാന ശാകുന്തളം ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തൊരു വ്യക്തി കൂടിയാണ് വില്യം ജോൺസ്. സോ ഇംഗ്ലീഷ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഏരിയയിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. സോ അതൊന്ന് അതിനകത്ത് ഫേമസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് റീഡ് ചെയ്ത് പോവുക. ഓക്കെ, വില്യം ജോൺസിനെ പറ്റിയൊക്കെ ഒന്ന് റീഡ് ചെയ്ത് പോവുക, ചാൾസ് വിൽക്കിൻസിനെ പറ്റിയിട്ട് ഒക്കെ ഒന്ന് റീഡ് ചെയ്ത് പോവുക. ഓക്കെ, പിന്നെ മെക്കോളീസ് മിനിറ്റും വളരെ ഫേമസ് ആയിട്ട് വരുന്നൊരു കാര്യമാണ്. ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഇതിനൊക്കെ വളരെ ഇമ്പോർട്ടൻസ് വന്നിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് വായിച്ചു പോവുക, സിലബസും കൂടെ നോക്കിയിട്ട് വായിച്ചാൽ മതി. ഓക്കെ, then match the list 1 with list 2. ഇതിനകത്ത് ലിസ്റ്റ് 1-നകത്തുള്ളത് ഇൻസ്പയർഡ് ടൈറ്റിൽ ഓഫ് ദ നോവലും ലിസ്റ്റ് 2-ലുള്ളത് ഷേക്സ്പിയറിന്റെ വർക്കുകളുമാണ്. അപ്പോൾ ഷേക്സ്പിയറിന്റെ വർക്കിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ള ടൈറ്റിൽസ് ആണ് കാണിക്കുന്നത്. ഏതാണെന്നാണ് ചോദ്യം. ഇത് വളരെ ഫാക്ച്വൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ആൻസർ അറിയാമെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. 12th നൈറ്റ് വളരെ ഫേമസ് ആയിട്ട് കേക്ക്സ് ആൻഡ് എയിലിനെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഹാംലെറ്റ് ഇൻഫിനിറ്റ് ജസ്റ്റിനെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ റിച്ചർഡ് 3 ദ വിന്റർ ഓഫ് ആർ ഡിസ്കണ്ടന്റ് ആൻഡ് മാക്ബത്ത് ബൈ ദ പ്രിക്കിംഗ് ഓഫ് മൈ തംസ്. ഓക്കെ, ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. സോ B2 വരുന്ന ഓപ്ഷൻ ഏതാണ്? 2 ഓപ്ഷൻ ഉണ്ട്, B2, A3. സോ ഓപ്ഷൻ 2 is the right answer. ഓക്കെ, ഫാക്ച്വൽ ക്വസ്റ്റ്യൻ ആണ്. ആൻസർ അറിഞ്ഞുകൂടെങ്കിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് ഗസ് ചെയ്യാനുള്ള കാര്യങ്ങളെങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് നല്ലതായിരിക്കും. ഓക്കെ, ഇതും ഷേക്സ്പിയറിന്റെ വർക്ക്സിനെ ബേസ് ചെയ്തിട്ടാണ്. സോ പ്ലീസ് റിമെമ്പർ ദാറ്റ് യു ഷുഡിന്റ് സ്കിപ്പ് ഷേക്സ്പിയർ അറ്റ് ഓൾ. ഓക്കെ, which one of the following is a novel by Smollett?
ടൊബൈയസ് സ്മോളറ്റ് എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റൈറ്റർ ഉണ്ട്. വളരെ ഫേമസ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഇദ്ദേഹം നോവലിന്റെ എസ്റ്റാബ്ലിഷ്മെന്റിന് വേണ്ടിയിട്ട് വളരെയധികം പിന്നെ ഇൻഫ്ലുവൻസ് ചെലുത്തിയ ഒരു മനുഷ്യനാണ്. നമ്മുടെ 4 വീൽസ് ഓഫ് ഇംഗ്ലീഷ് നോവൽ എന്ന് പറയുന്നതിൽ ഒരാളാണ് ടൊബൈയസ് സ്മോളറ്റ്. ഹെൻറി ഫീൽഡിംഗ്, സാമുവൽ റിച്ചർഡ്സൺ, ലോറൻസ് സ്റ്റേൺ, അതോടൊപ്പം ടോബിയസ് സ്മോളറ്റും കൂടെ ചേർന്നിട്ടാണ് നോവലിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സഹായിച്ചത്. സോ അദ്ദേഹത്തിന്റെ വർക്ക് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്ലാരിസ ഇസ് എ വർക്ക് ബൈ സാമുവൽ റിച്ചർഡ്സൺ. ദെൻ ജോണതൻ വൈൽഡ്, ഹംഫ്രേ ക്ലിങ്കർ. സെന്റിമെന്റൽ ജേർണി വന്നിരിക്കുന്നത് ലോറൻസ് സ്റ്റേണിന്റെ വർക്കാണ്. ജോണതൻ വൈൽഡ് ഒന്ന് നോക്കിക്കോളാം. ഹംഫ്രേ ക്ലിങ്കർ ഇസ് എ വർക്ക് ബൈ ടൊബൈയസ് സ്മോളറ്റ്. Okay, so option 3 is the right answer. Then question number 15, arrange the following works in the chronological order. Robert Browning's Andrea del Sarto, John Donne's The Canonization, Alfred Tennyson's Ulysses, T.S. Eliot's The Love Song of J. Alfred Prufrock. ഇതിൽ ആൻഡ്രിയ ഡെൽ സാർട്ടോ എഴുതിയിരിക്കുന്നത് 1855 കാനോനൈസേഷൻ 1633, യുലിസസ് 1842 ആൻഡ് T.S. എലിയറ്റിന്റെ വർക്ക് 1915. സോ ഇതിൽ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ ഒരു ക്ലൂ ഉണ്ട്. ദാറ്റ് ജോൺ ഡൺ മെറ്റഫിസിക്കൽ റൈറ്റർ ആണ്, അതുകൊണ്ട് തന്നെ ആദ്യം വരുന്ന റൈറ്റർ ആണ്. അപ്പൊ ബി വരുന്ന നോക്കിക്കഴിഞ്ഞാൽ 2 ഓപ്ഷൻ വരും. അതുപോലെ തന്നെ T.S. എലിയറ്റ് ഇസ് എ ലേറ്റർ റൈറ്റർ, 20th സെഞ്ചുറി വരുന്നതാണ്. അപ്പോൾ അതും ലാസ്റ്റ് വരുന്നത്. പക്ഷെ രണ്ടിലും ഓപ്ഷൻസ് സെയിം ആണ്. നമ്മൾ മറ്റേതാണ് കണ്ടുപിടിക്കേണ്ടത്. റോബർട്ട് ബ്രൗണിങ്ങിന്റെ വർക്കാണോ ആൽഫ്രഡ് ടെന്നിസന്റെ വർക്കാണോ ആദ്യം വന്നതെന്ന്. വിക്ടോറിയൻ പോയിട്രി നമ്മൾ പഠിക്കുമ്പോൾ ആദ്യം പഠിക്കുന്നത് ടെന്നിസൺ തന്നെയാണ് ഒബ്വിയസ്ലി, അതിനുശേഷമേ ബ്രൗണിങ് വരത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അങ്ങനെ നോക്കിയാൽ നമുക്ക് അറിയാൻ സാധിക്കും ആൽഫ്രഡ് ടെന്നിസൺ വന്നിട്ടേ റോബർട്ട് ബ്രൗണിങ് വരുള്ളൂ എന്നുള്ളത്. സോ ഓപ്ഷൻ 3 is the right answer. Okay. Then question number 16, dash is a type of lyric poem perfected by Robert Browning. Robert Browning എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസർ ഓർമ്മ വരേണ്ടതാണ്. എന്താണ് റോബർട്ട് ബ്രൗണിങ് പെർഫെക്റ്റ് ചെയ്തത്? ഡ്രമാറ്റിക് മോണോലോഗ് ആണ്. ഓക്കെ, ഡ്രമാറ്റിക് മോണോലോഗ്. റോബർട്ട് ബ്രൗണിങ് പെർഫെക്റ്റ് ചെയ്തത് ഡ്രമാറ്റിക് മോണോലോഗ് ആണ്. ഓഡ്, ലിമറിക്, എലജി, ബാക്കിയൊന്നും അല്ല. ഓക്കെ, ലിമറിക് ഒരു റൂഡ് ഹ്യൂമറസ് പോയത്തിനെയാണ് പറയുന്നത്. ഓക്കെ, then question number 17, which of the following works of John Keats make use of the dream vision, a mode of narrative widely used by the medieval poets? Medieval poets use ചെയ്തിരുന്ന ഡ്രീം വിഷൻ ഉപയോഗിച്ച് കീറ്റ്സ് എഴുതിയ വർക്ക് ഏതാണ്? ലാ ബെല്ലെ, ഡെയിം സാൻസ് മെർസി, ദ ഫോൾ ഓഫ് ഹൈപ്പീരിയൻ. കീറ്റ്സിന്റെ വർക്കാണിത്. ഏർലി റൊമാൻറ്റിക്സ് ആയിട്ടുള്ള വേർഡ്സ്വർത്ത്, കോൾറിഡ്ജിന്റെ വർക്കുകൾ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ റോബർട്ട് സദേ. പിന്നെ വരുന്നതാണ് ലേറ്റ് റൊമാൻറ്റിക്സ് ആയിട്ടുള്ള ഷെല്ലി, ബൈറൺ, കീറ്റ്സ് ഒക്കെ വരുന്ന ആൾക്കാർ, ഗ്രൂപ്പ് ഓഫ് പോയിറ്റ്സ്. ഓക്കെ, സോ അവരെ ഒന്നും വിടരുത്, അവരുടെ വർക്ക്സ് എല്ലാം നോക്കിക്കോളാം. Then which of the following is an or are examples of a literary ballad? Literary balladന്റെ എക്സാമ്പിൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. The Rime of the Ancient Mariner, La Belle Dame Sans Mercy, Proud Massey. Rime of the Ancient Mariner was written by Coleridge. La Belle Dame Sans Mercy കീറ്റ്സിന്റെ ആണ്. പ്രൗഡ് മാസി എഴുതിയിരിക്കുന്ന വാൾട്ടർ സ്കോട്ട് ആണ്. ഓക്കെ, സോ ഇത് 3 ലിറ്റററി ബാലറ്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഓപ്ഷൻ ആണ് കറക്റ്റ്, A, B ആൻഡ് C. ഓക്കെ, 3 വളരെ ഫേമസ് ആയിട്ടുള്ള. പ്രൗഡ് മാസി അത്ര ഫേമസ് അല്ല, എന്നാലും വാൾട്ടർ സ്കോട്ടിന്റെ ഒരു ഇമ്പോർട്ടന്റ് വർക്ക് തന്നെയാണ്. ബാക്കി 2 നല്ല ഫേമസ് ആണ്. റൈം ഓഫ് ദി ഏൻഷ്യന്റ് മാരിനറും അതൊക്കെ പ്രിസ്ക്രൈബ്ഡ് ആണ്, സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലാ ബെല്ലെ ഡെയിം സാൻസ് മെർസിയും ഡിഗ്രിക്കൊക്കെ പ്രിസ്ക്രൈബ്ഡ് ആണ് പല യൂണിവേഴ്സിറ്റികളിലും. ഓക്കെ, then choose the correct order of PQRS set to complete the paragraph. Okay, ഇതൊരു സെന്റൻസ് റീഅറേഞ്ച്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. The phrase Celtic revival describes past movements in literature, the arts and social practices in which legends, poetry, art and spirituality of a distinct kind were revived. Okay, last, it was also evident in art, design, music and sport. ഇടയ്ക്കുള്ള ലൈൻസ് നമുക്ക് നോക്കാം. The most significant Celtic revival took place in Ireland toward the end of the 19th century and into the first 2 decades of the 20th century. Writers and artists identified these with the Celtic people in parts of pre-Christian and early Christian Europe.
The Irish revival was felt most strongly in literature, drama and the Irish language. It is commonly referred to as Irish revival, though it has been considered a Celtic revival in Ireland that had associations with revival movements in Scotland, Wales, the English regions and Brittany. Okay, so ഇതിനകത്ത് നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമുണ്ട് ഇവിടെ നോക്കിയേ. കോമൺലി റെഫർ ടു ആസ് ഐറിഷ് റിവൈവൽ അന്ന് പറഞ്ഞിട്ട് മാത്രമേ വീണ്ടും ഐറിഷ് റിവൈവലിനെ പറ്റി പറയാൻ പറ്റൂ. അതുകൊണ്ട് SR ഒരു ഓപ്ഷൻ ആണ്. SR വരുന്ന ഏതൊക്കെയാണ്? ഇതും ഓപ്ഷൻ 2ഉം ഓപ്ഷൻ 3ഉം SR കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി വരുന്ന QP ആണോ PQ എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം തന്നെ അയർലൻഡിനെ പറ്റി പറയുന്നില്ല. സോറി. The phrase Celtic revival describes past moments in literature, the arts and social practices in which legends, poetry, art and spirituality of a distinct kind were revived. അത് കഴിഞ്ഞ് വരേണ്ടത് writers and artists identified these with Celtic people. Celtic peopleനെ പറ്റി പറഞ്ഞതിന് ശേഷം മാത്രമേ significant Celtic revival അയർലൻഡിൽ നടന്നു എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് QP ആണ് വരിക. അപ്പൊ QPയും SRഉം. ഓക്കെ, QP SR. Option 2 is the right answer. Okay, so ഇത് കണ്ടുപിടിക്കേണ്ട ടെക്നിക്ക് മനസ്സിലായല്ലോ. നമുക്ക് ഈ തന്നിരിക്കുന്ന സെന്റൻസിൽ തന്നെ എന്തെങ്കിലും ഒരു ക്രോണോളജി ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. അത് കണ്ടുപിടിക്കുക, എന്നിട്ട് ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, the poem Tiresias was composed by dash Samuel Taylor Coleridge, Elizabeth Barrett Browning, Leigh Hunt, Alfred Lord Tennyson. poem Tiresias എഴുതിയത് ആരാണ്? വേറെ ആരും അല്ല, ആൽഫ്രഡ് ലോർഡ് ടെന്നിസൺ ആണ്. Again a factual question. Okay, Alfred Lord Tennyson is a Victorian writer, Victorian poet. Tiresias വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മിത്തിക്കൽ ക്യാരക്ടർ കൂടിയിട്ടാണ്. ഹി ഈസ് എ ബ്ലൈൻഡ് പ്രോഫറ്റ്. ഓക്കെ, വേസ്റ്റ്ലാൻഡിലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആണ് Tiresias. വേസ്റ്റ്ലാൻഡ് ഇസ് എ വർക്ക് റിട്ടൺ ബൈ T.S. Eliot. ഓക്കെ, നമ്മുടെ 1922 വേസ്റ്റ്ലാൻഡ് പബ്ലിഷ് ചെയ്തത്. ആൻഡ് വേസ്റ്റ്ലാൻഡ് എന്ന് പറയുന്നത് മോഡേണിസം കൊണ്ടുവന്ന ഒരു വർക്ക് എന്നുള്ള രീതിയിൽ വളരെ ഫേമസ് ആണ്. Question number 21. Elizabeth Barrett Browning was dash. റോബർട്ട് ബ്രൗണിങ്ങിന്റെ ഭാര്യയാണ് എലിസബത്ത് ബാരറ്റ് ബ്രൗണിങ്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു എഴുത്തുകാരിയാണ്. ആൻഡ് പോയറ്റ് ലോറിയറ്റ് ആവാൻ വരെ യോഗ്യത ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. പോയറ്റ് ആണോ, നോവലിസ്റ്റ് ആണോ, ഫിക്ഷണൽ ക്യാരക്ടർ ആണോ, ഡ്രാമാറ്റിസ്റ്റ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എലിസബത്ത് ബാരറ്റ് ബ്രൗണിങ് വാസ് പ്രൈമർലി എ പോയറ്റ്. ഓക്കെ, പ്രൈമർലി എ പോയറ്റ്. Then question number 22. Which of the following popular French novels was not written by Gustave Flaubert? ഫ്ലോബേർ ഇന്റർനാഷണലി ഫെയിം ഉള്ള ഒരു റൈറ്റർ ആണ്. അപ്പോൾ ചെറിയ രീതിയിൽ വേൾഡ് ലിറ്ററേച്ചർ ഒന്ന് നോക്കിക്കോളൂ. അതായത് ഇപ്പോൾ ലിയോ ടോൾസ്റ്റോയ്, ഗസ്റ്റേവ് ഫ്ലോബേർ, അങ്ങനത്തെ ആൾക്കാർ, ഇറ്റാലോ കാൽവിനോ. അപ്പം ഇങ്ങനെ കുറച്ച് ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുടെയും റൈറ്റിംഗ്സ് ഒന്ന് നോക്കി വെക്കുക. ഗസ്റ്റേവ് ഫ്ലോബേർ എഴുതിയ വർക്ക്സ് ആണ് ഏത്? മദാം ബോവറി, മെമ്മോയേഴ്സ് ഓഫ് എ മാഡ്മാൻ, ദി ടെംപ്റ്റേഷൻ ഓഫ് സെയിന്റ് അന്തോൺ. എഴുതാത്ത വർക്കാണ് ദ ഫ്ലവേഴ്സ് ഓഫ് ഈവിൽ. അത് വളരെ ഫേമസ് ആയിട്ട് ഉള്ള വർക്കാണ്. ചാൾസ് ബോഡിലെയറിന്റെ ആണ് കേട്ടോ. ചാൾസ് ബോഡിലെയറിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള വർക്കാണ് ദ ഫ്ലവേഴ്സ് ഓഫ് ഈവിൽ. ഓക്കെ, ഇനി ഒരു പാസേജ് ആണ്. റീഡ് ദ പാസേജ് ഗിവൻ ബിലോ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ദാറ്റ് ഫോളോ. ഞാൻ പാസേജ് വായിക്കാം. So always you have the option to pause and read the passage by yourself. Okay. Justification for the exclusion is sought instead mainly upon questionable racial and ideological grounds, not ordinarily within the realm of expert military judgment, supplemented by certain semi-military conclusions drawn from an unwarranted use of circumstantial evidence. Individuals of Japanese ancestry are condemned because they are said to be a large, unassimilated, tightly knit racial group bound to an enemy nation by strong ties of race, culture, custom and religion. They are claimed to be given to emperor worshipping ceremonies and to dual citizenship. Japanese language schools and allegedly pro-Japanese organizations are cited as evidence of possible group disloyalty, together with facts as to certain persons being educated and residing at length in Japan. The military necessity which is essential to the validity of the evacuation order thus resolves itself into a few intimations that
certain individuals actively aided the enemy, from which it is inferred that the entire group of Japanese Americans could not be trusted to remain loyal to the United States. Okay, so passage വായിച്ചു കഴിയുമ്പോൾ മനസ്സിലാവും യുണൈറ്റഡ് സ്റ്റേറ്റ്സിലുള്ള അമേരിക്കൻ ജാപ്പനീസ് ആൾക്കാരെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പാസേജ് ആണ്. യു ഓൾറെഡി നോ ദാറ്റ് അമേരിക്കയും ജപ്പാനും തമ്മിലൊരു ശത്രുതയുണ്ട് ആഫ്റ്റർ ദി അറ്റോമിക് ബോംബിംഗ് അറ്റ് ദി എൻഡ് ഓഫ് സെക്കൻഡ് വേൾഡ് വാർ. അപ്പോൾ അതിൻ്റെ ഇടയിൽപ്പെട്ട ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് ഈ അമേരിക്കൻ ജാപ്പനീസ് അല്ലെങ്കിൽ ജാപ്പനീസ് അമേരിക്കൻസ് എന്ന് പറയുന്ന ആൾക്കാർ. അപ്പോൾ അവരുടെ ലോയൽറ്റീനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിലുള്ള സംഭവമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. The author's opinion of the military judgment used to justify the evacuation of Japanese Americans is. ജാപ്പനീസ് അമേരിക്കൻസിനെ ഇവാക്വേറ്റ് ചെയ്യണമെന്ന് പറയുന്ന മിലിറ്ററി ജഡ്ജ്മെന്റിന് ഒപ്പീനിയൻ അത് എത്രത്തോളം ഇതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ബേസ്ഡ് ഓൺ എവിഡൻസ് ആണോ എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. That it is not based on evidence, that it is not based on expert knowledge, that it is based on racial prejudice and all of the above. ഓക്കെ, സോ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ദാറ്റ് മിലിറ്ററി നെസസിറ്റി എന്ന് പറയുന്നത് ഫ്യൂ ഇന്റിമേഷൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, itself into few intimations that certain individuals actively aided the enemy. Few intimations മാത്രമേ ഉള്ളൂ. So it is not based on evidence, it is not based on expert knowledge, it is based on racial prejudice. So all of the above is the answer. Okay, right. Then again passage in other question aanu, and the question here is, a large unassimilated tightly knit racial group bound to an enemy nation by strong ties of race, culture, custom and religion indicates ആരെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്? ജാപ്പനീസ് അമേരിക്കൻസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നാണ് ചോദിക്കുന്നത്. A refusal to be citizens, a refusal to think of Japanese as US citizens, a refusal to accept the US as home, prejudice on the part of Japanese. Obviously എന്താണ്? Refusal to think of Japanese as US citizens. അതാണ് correct answer. Okay. Then same passage, അടുത്ത question. Passage refers to dash. Internment of Japanese during World War II, internment of Japanese during World War I, internment of Japanese Americans during World War II, internment of Japanese Americans during World War I. Of course അത് Japanese Americans ആണ് and World War II ആണ്. കാരണം അപ്പോഴാണല്ലോ ഈ ഒരു ശത്രുതയ്ക്ക് കാരണമാവുന്ന സംഭവങ്ങൾ നടക്കുന്നത്. Next, same passage, last question. An entire group being treated with suspicion for the actions of a few individuals. കുറച്ച് ആൾക്കാരുടെ മാത്രം പ്രക്രിയകൾ കൊണ്ട് ഒരു എൻറ്റയർ ഗ്രൂപ്പിനെ സംശയത്തിന് നിഴലിൽ വെക്കുന്നതിന് എന്താണ് പറയുന്നത്? സെനോഫോബിയ, അദറിങ്, റേസ് ബേറ്റിംഗ്, ഓൾ ഓഫ് ദി അബവ്. ശരിക്കും പറഞ്ഞാൽ എന്താണിത്? ഓൾ ഓഫ് ദി അബവ് ആണ്, എല്ലാം വരുന്നുണ്ട്. ഓക്കെ, ഓൾ ഓഫ് ദി അബവ് ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, so thus we have come to the end of today's session. നിങ്ങൾക്ക് സെഷൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി എന്ന് ഞാൻ വിചാരിക്കുന്നു. ആൻഡ് സെഷൻ കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്യുക, നിങ്ങൾ ബ്രേക്ക് വരരുത്. നിങ്ങൾക്കറിയാം ഇതിന് സിലബസ് കുറച്ച് ഒരു കോംപ്രിഹെൻസീവ് ആയിട്ട് നമ്മുടെ ലിറ്ററേച്ചർ ബേസ് ചെയ്തിട്ട് വന്നിരിക്കുന്നത് കൊണ്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് എൻഗേജ് ചെയ്യുന്നത് നിങ്ങൾക്ക് തന്നെ യൂസ്ഫുൾ ആയിട്ട് മാറും. ഓക്കെ, സോ ആൻഡ് ഐ ഓൾസോ വോണ്ട് ടു ടെൽ യു അബൌട്ട് നമ്മുടെ Prepwise UG Plus ആപ്പ്. സോ നിങ്ങൾക്ക് Prepwise UG Plusനെ പറ്റിയിട്ട് എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്? നമ്മുടെ സൈറ്റ്, അതായത് നമ്മുടെ ഗൂഗിളിൽ പോയിട്ട് prepwise.in എന്ന് അടിക്കാവുന്നതാണ്, ടൈപ്പ് ചെയ്യാവുന്നതാണ്. ആൻഡ് അങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് Prepwiseന്റെ ഈ ഒരു ഹോം പേജ് കാണാൻ സാധിക്കും. അതിനകത്ത് നിങ്ങൾക്ക് UG+ എന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് UG+ എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു UG+ പേജിലേക്ക് പോകും. സോ UG+ന്റെ നമ്മൾ ഓഫർ ചെയ്യുന്നത് ടിസ്നെറ്റ്, MBA, MCA, അതുപോലെ തന്നെ CUET PGയുടെ തന്നെ 18ഓളം കോഴ്സസും IIT ജാമിന്റെ 5ഓളം കോഴ്സസും അതുപോലെ തന്നെ CMAT, KMAT എന്ന് പറയുന്ന എല്ലാ കോഴ്സസും ഇവിടെ ഉണ്ട്. സോ ഇതിനെ പറ്റിയിട്ടുള്ള വേർഡ് നിങ്ങൾ നിങ്ങളുടെ ഗ്രൂപ്പിൽ സ്പ്രെഡ് ചെയ്യുക. കാരണം നമ്മൾ കേരളത്തിലെ തന്നെ വൺ ഓഫ് ദ എന്നല്ല നമ്പർ 1 എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു PG കോച്ചിങ് ഇനിഷ്യേറ്റീവ് ആണ് നമ്മുടേത്. അപ്പോൾ പ്ലീസ് സ്പ്രെഡ് ദ വേർഡ് അമംഗ് യുവർ കൊളീഗ്സ് ആൻഡ് യുവർ ഫ്രണ്ട്സ് ആൻഡ് യുവർ മേറ്റ്സ്. അപ്പോൾ
നിങ്ങൾക്ക് ഈ സെഷൻ യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ആൻഡ് ഇതുപോലത്തെ സെഷൻ ഇനിയും വരുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ ഞങ്ങളെ അറിയിക്കുക. ആൻഡ് UG പ്ലസിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ വാട്സാപ്പ് ചെയ്യാവുന്നതാണ്. നമ്പർ ഉണ്ട്. സോ ഐ വിൽ മീറ്റ് യു അഗെയിൻ ഇൻ അനദർ സെഷൻ. Till then,